എനിക്കതൊന്നും അറിയില്ല. പ്രിയ പോലീസുകാർ കൊണ്ടുപോയിന്ന് കേട്ടാ പിന്നെ അച്ഛനും അമ്മയും പിടിച്ചു നിൽക്കില്ല. എടാ, നിന്നെന്താ ഫോണിൽ കിട്ടാതിരുന്നത്? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. എന്താ ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. വരുൺ, കുറച്ചുമ്പോ പോലീസുകാർ വന്ന് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. കേട്ടിട്ട് വരുണൊന്നും തോന്നുന്നില്ലേ? ഇല്ല. എടാ, രാധിക മോള് പറഞ്ഞ സത്യമാ. അന്ന് രാധിക മോളെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അപകടപ്പെടുത്തിയത് പ്രിയങ്ക മോളാണെന്നാ പോലീസുകാർ പറഞ്ഞത്. വെറുതെ പറയുന്നതല്ല, അവരതിന് കൃത്യമായ തെളിവുകളും പറയുന്നുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? എന്താന്ന് വെച്ചാ പോലീസുകാർ തീരുമാനിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മോനെ. നമ്മൾ പോയി അന്വേഷിക്കണ്ടേ? എന്ത് പോയി അന്വേഷിക്കണം അമ്മ പറയുന്നത്? ഇനിയിപ്പോ പോലീസുകാർക്ക് തെളിവ് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണോ? രാധികയെ അപകടപ്പെടുത്തി ലൊക്കേഷനിൽ നിന്ന് സ്ഥലം വിട്ട് പോയവന്മാരെ ഞാനും ആ പടത്തിലെ ഹീറോയും ചേർന്നാ കണ്ടുപിടിച്ചത്. ഞങ്ങളാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാതിരുന്നത്. വരുൺ, എടോ, പലതവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് തന്റെ അനിയത്തി തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന്. അന്ന് ആർക്കും അത് മനസ്സിലായില്ല. ഞാൻ അവളോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കുമ്പോഴേക്കും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. ഇങ്ങനെ ഒരുത്തിയാണോ ഞാൻ സ്നേഹിക്കേണ്ടത്? ഇത്തരത്തിൽ ഒരുത്തിയാണോ ഞാൻ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടത്? വരുണതൊക്കെ മാറ്റിവെക്ക്. അവളെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. ഒന്ന് എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരെയെങ്കിലും ചെയ്യോ? ഇല്ല, പ്രിയങ്കയെ അന്വേഷിച്ച് ഈ വീട്ടിൽ നിന്ന് ആരും പോവില്ല. ഇത് എന്റെ തീരുമാനമാണ്. പ്രിയങ്ക തെറ്റ് ചെയ്തു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് മാപ്പ് കൊടുത്താൽ പിന്നെ ഞങ്ങൾ ആരും അന്തസ്സോടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവൾ നിന്റെ ഭാര്യയാ. അങ്ങനെ ഒരു പദവിയില് ഇനി അവൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പ്രിയങ്ക ഇനി എന്റെ ജീവിതത്തിൽ ഇല്ലാന്ന്. എന്താ നീ പറയും? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ആദ്യം അത് പരിഹരിക്കാനാ നോക്കേണ്ടത്, അല്ലാതെ അതിനു മുമ്പ് കുറെ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. അമ്മേ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒറ്റയടിക്ക് തുറന്നു പറയാനായിട്ട് എനിക്കാവില്ല. പ്രിയങ്കയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. എന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കില്ല. ഈ കുടുംബത്തിൽ നിന്ന് ആരും പോവുകയില്ല. രാധികേ, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അനിയത്തിയെക്കുറിച്ച് അന്വേഷിക്കാനും മാപ്പ് കൊടുക്കാനും ഒക്കെ തോന്നുന്നത് തന്റെ വലിയ മനസ്സാ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ വീണ്ടും താൻ കബളിപ്പിക്കപ്പെടും. താൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും. പ്രിയങ്ക വിഷച്ചെടിയാണെങ്കിൽ അതങ്ങ് പറിച്ചു കളഞ്ഞെന്ന് കരുതിയാൽ മതി. ഇനി അവൾ ഈ കണിമംഗലത്ത് വേണ്ട. കുറച്ചു മുമ്പ് കണിമംഗലത്ത് പോലീസുകാർ വന്നു. അവര് പ്രിയങ്ക മോളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇന്ന് എന്തിനാ? അവള് പണം കൊടുത്ത് രാധികയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ആരോ പറഞ്ഞത്രേ. അയ്യോ,
വേറെ ആര് പറയാനാ? അവള് തന്നെ ആയിരിക്കും ആ രാധിക. വിശദീകരിക്കാൻ കാരണമുണ്ടല്ലോ. പ്രിയങ്കയ്ക്ക് കിട്ടിയ അവസരം അവൾക്ക് മാറിപ്പോയപ്പോ പ്രിയങ്ക പ്രതികാരം ചെയ്തുവെന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാ പോരെ? പോലീസുകാർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും. എന്തൊക്കെ കുസൃതി കാണിച്ചാലും ഒരാളെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചൊന്നും എന്റെ പ്രിയങ്കമോൾ ചിന്തിക്കില്ല. അവളും വളർന്നത് ഈ കുടുംബത്തിലല്ലേ. അത് നിന്റെയും ഇവളുടെയും വിശ്വാസം. പക്ഷേ രാധികയുടെ വിശ്വാസം അതല്ലല്ലോ. വേറൊരു കാര്യം കൂടി അറിഞ്ഞു. പ്രിയങ്ക മോൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കണിമംഗലത്ത് നിന്നും ആരും തയ്യാറല്ലാന്ന്. അവൾക്ക് അവളുടെ ഭർത്താവുണ്ട്, ഭർത്താവിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്നിട്ട് പോലും ഒരാൾക്ക് പോകാൻ വയ്യ. കാരണം എന്താ? അവൾ ഒരുത്തി തന്നെ, ആ രാധിക. കിട്ടിയ സമയം കൊണ്ട് ആ കണിമംഗലത്തുകാരെ മുഴുവൻ ശത്രുക്കളാക്കി കഴിഞ്ഞു അവള്. ദേവേട്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോണം. മോളെ കാണണം. അവക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാം. ദേവാ, എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. പോലീസുകാരാ. അവളുടെ തലയിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ കെട്ടിവെക്കുന്നതിന് മുമ്പ് ചെന്ന് മോളെ രക്ഷിക്കാൻ നോക്ക്.